ഹലോ, നമ്മളിന്നിവിടെ എല്ലാവരും പച്ചക്കറി വൃത്തിയാക്കിയിട്ട് അവശേഷിച്ച് കളയുന്നൊരു സാധനമാണ് ഞാൻ ഇന്നൊരു കറിക്കായിട്ട് എടുക്കുന്നത്. പീച്ചിങ്ങ തൊലിയാണത്. പീച്ചിങ്ങയുടെ തൊലിയെല്ലാം ചെത്തിയെടുത്ത് നമ്മൾ പീച്ചിങ്ങ കറിക്ക് എടുക്കില്ലേ, അപ്പോൾ ആ തൊലി നന്നായിട്ട് വെള്ളത്തിലിട്ട് കഴുകിയെടുക്കണം. കണ്ടോ, അതിൻ്റെ തൊണ്ട് നല്ലപോലെ കഴുകി ഊറ്റിയെടുത്തിട്ട് നമ്മളതിനെ ഒരു മൺചട്ടിയിലേക്ക് വെച്ച് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. കണ്ടോ, അതുകൊണ്ട് നമ്മളൊന്ന് കൊണ്ടാട്ടം ഉണ്ടാക്കാൻ പോലെ ഉപ്പിട്ട് ഇനി ഇച്ചിരി പുളിയുള്ള മോരൊഴിച്ച് കൊടുക്കണം. കണ്ടോ, അതൊന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീട്ടിലിപ്പോൾ പീച്ചിങ്ങ കറി വെച്ചാൽ അതിൻ്റെ തൊണ്ടെടുത്ത് നമ്മൾ കൊണ്ടുവന്ന് ഒന്നീ പച്ചക്കറിയുടെ ചവിട്ടിലിടും, അല്ലെങ്കിൽ പശുവുണ്ടെ അതിന് കൊടുക്കും, അല്ലെങ്കിൽ കളയും. ഇപ്പോൾ അതേ നമുക്കതെടുത്തിട്ട് ഒരു കൊണ്ടാട്ടം ഉണ്ടാക്കിയാൽ ഒരു തൈരും ഒരു തോരനും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസത്തെ ഉച്ചക്കലത്തെ ഊണിനാവും. കണ്ടോ, അതൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ആ മോരൊക്കെ അതിലേക്ക് പിടിച്ചു. കണ്ടോ, അപ്പം ഞാനത് ഇപ്പോഴത്തെ ചൂടിനാണെങ്കിൽ ഒരു ഒറ്റ പ്രാവശ്യം ഒരുന്ന് വെച്ചാൽ മതി ഒരു ദിവസം, അപ്പോഴേക്കും അത് ഉണങ്ങി കിട്ടും നല്ല വെയിലിൽ. ഞാനതെല്ലായിടത്തൊരു പാത്രത്തിലേക്ക് ഒന്ന് വിതറിയിട്ട് കൊടുത്തു. അപ്പോൾ എല്ലാം അതിനകത്തിട്ട് വെയിലത്തോട്ട് കൊണ്ടുവന്നൊന്ന് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഒന്ന് ചിക്കി ഇട്ട് കൊടുത്താൽ മതി വെയിലത്ത് വെച്ച്. ഇതൊരു കൊട്ട വെച്ച് മൂടി വെച്ച് ഫാൻ്റെ അടിയിൽ വെച്ചാലും ഉണങ്ങും. ആദ്യത്തെ ഒരു വെയിൽ കൊണ്ടാൽ പിന്നെ വെളിയിൽ വെക്കേണ്ട കാര്യമില്ല. കണ്ടോ, നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ നമുക്കത് ബാക്കിയുള്ള നമ്മൾ വറുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടിന്നിലിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് എപ്പോഴായാലും ഉപയോഗിക്കാം കൊണ്ടാട്ടമായിട്ട്. ഞാനപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് വറുക്കാമെന്ന് വിചാരിച്ചു. കണ്ടോ, അത് ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ പെട്ടെന്ന് തീ കുറച്ച് വെച്ച് വേണം വറുക്കാൻ. ഇത് വലിയ വണ്ണമുള്ള സാധനമൊന്നും അല്ലല്ലോ, അപ്പോൾ വേഗം അങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ട് തീ കുറച്ച് വെച്ചിട്ട് തിളച്ച എണ്ണയിലേക്ക് ഞാനിത് കുറച്ച് ഇട്ട് കൊടുത്തു. കണ്ടോ, പെട്ടെന്ന് മൊരിഞ്ഞിട്ടുണ്ട്. ഉണ്ടോ, അപ്പം നമുക്ക് പീച്ചിങ്ങ തൊലിയും നമുക്കൊരു കറിയായിട്ട് ഉപയോഗിക്കാം. കണ്ടോ, അത് ഞാൻ കോരിയെടുക്കുകയാണേ. അപ്പം ഇന്ന് ആവശ്യമുള്ളത് മാത്രം വറുത്താൽ മതി, ബാക്കിയുള്ളത് നമുക്ക് അവിടെ ഒരു പാത്രത്തിൽ ഇരുന്നോളും. നമുക്ക് എപ്പോഴാണോ കറി ഇത്തിരി കുറവുള്ളതെന്ന് വെച്ചാൽ അപ്പം നമുക്ക് എടുക്കാം. അപ്പം ഞാനിന്ന് കുറച്ചേ എടുത്തിട്ടുള്ളൂ. ആയിട്ടത് വേഗം മൊരിഞ്ഞു വന്നിട്ടുണ്ട്. കണ്ടോ, തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, ഇനി പീച്ചിങ്ങ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ തൊണ്ട് ചെത്തിയെടുക്കുമ്പോൾ അത് കളയണ്ട, ഒന്ന് കൊണ്ടാട്ടം ഉണ്ടാക്കി നോക്കും. കണ്ടോ, കണ്ട, അത് ഞാൻ കോരിയെടുത്ത് എന്നിട്ട് നമുക്കതൊന്ന് പൊട്ടിച്ച് നോക്കാം. കണ്ടോ, നല്ലപോലെ മൊരിഞ്ഞ് പൊടിഞ്ഞ് വരുന്നുണ്ട്. ഇച്ചിരി തൈര് ഒഴിച്ച് നമുക്ക് ഊണ് കഴിക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കേ.